ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ദുബായ് ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷനാണ്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു, ഞാൻ ഇന്ന് കിംസ് ഹോസ്പിറ്റലിൽ ഇന്നലെ രാവിലെയാണ് എത്തിയത്. ഏർലി മോർണിംഗ് എത്തി. നല്ലൊരു ദിവസം ഫുൾ റെസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പോകാനായിട്ട് ഇറങ്ങുന്നു. ഡ്രസ്സൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിലാണ് പോകണമെങ്കിലും ഒരുക്കത്തിലൊന്നും ഒരു കുറവുമില്ല. ഒരുക്കി തന്നെ ഇറങ്ങുകയാണ്. തിരിച്ചു വരുമ്പോൾ ഈ ഒരുക്കമൊന്നും കാണില്ല. എങ്കിലും ഞാൻ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഫിക്സ് ചെയ്തതാണ്. നാളെ തന്നെ സർജറി നടക്കും. അപ്പോൾ ഇന്ന് പോവാണ്. അതായത് നമ്മുടെ ഡിസ്ക് പ്രൊലാപ്സിന് വേണ്ടിയിട്ടുള്ള കീ ഹോൾ സർജറിയാണ്. ഡോക്ടർ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണനാണ് ഓർത്തോ സർജൻ. അദ്ദേഹം കിംസിലാണ് അഡ്മിഷൻ. ഞാൻ കിംസിൽ റൂം ബുക്ക് ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പോയി നമ്മൾ കയറും. അപ്പോൾ എന്നോടൊപ്പം അവിടെ ഫുൾ ടൈം കാണാൻ സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് അനുകുട്ടിയുടെ കസിനാണ് സന്ധ്യ. അപ്പോൾ അനുവിൻ്റെ സന്ധ്യ ചേച്ചി. അപ്പോൾ സന്ധ്യയ്ക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. ഷീ ഈസ് വെരി എക്സ്പേർട്ട്, എന്താ പറയുക, അല്ല അങ്ങനെ അത് കട്ട് ചെയ്യണേ. ഓക്കെ, സന്ധ്യ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. അപ്പോൾ എന്തായാലും പിന്നെ എല്ലാവരും ഉണ്ടാവും, മോളും അനുകുട്ടി എല്ലാം ഉണ്ടാവും ത്രൂ ഔട്ട്. അതുകൊണ്ട് അതനുസരിച്ച് റൂം കിട്ടാനാണ് ശ്രമിക്കുന്നത്. ഒരു റൂം കിട്ടിയിട്ടുണ്ട്, കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഒരുങ്ങി കെട്ടി പോകുന്നു. ഓക്കെ. പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ പേടിയൊക്കെ ഉണ്ട്, പക്ഷേ ഇല്ലാത്ത പോലെയാണ് നടക്കുന്നത്. ജാടയിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്. ജനറൽ അനസ്തേഷ്യ ആണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു 2 വീക്സ് മാക്സിമം, അത്രയും പോലും വേണ്ടാന്ന് പറഞ്ഞു. എങ്കിലും 2 ആഴ്ചത്തെ റെസ്റ്റ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ മോള് വരുന്നുണ്ട് ഫ്രം മാഞ്ചസ്റ്റർ. കുട്ടികളൊന്നുമില്ല, മോള് മാത്രമായിട്ട് വരികയാണ്. അപ്പോൾ ഇതോടനുബന്ധിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ അശ്വിനെ ഏൽപ്പിച്ചിട്ട് അശ്വിൻ്റെ അമ്മ ഉണ്ടാവും അവിടെ, ശ്യാമള ചേച്ചി. പാർവതി ഒരു 6 ഡേയ്സിന് വരുന്നു. പിന്നെ അതുപോലെ വിഷ്ണു ബൈ ദ ടൈം ദുബായിൽ നിന്ന് വിഷ്ണു എത്തും. പിന്നെ ഇവിടെ ത്രൂ ഔട്ട് അനുകുട്ടിയും നമ്മുടെ സരസ്വതി മോളുണ്ട്, അനുവിൻ്റെ വീട്ടുകാരെല്ലാവരും ഉണ്ട്, എൻ്റെ വീട്ടുകാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, പൂച്ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെന്ന് എനിക്കറിയാം. സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച് എല്ലാ സപ്പോർട്ടിനും. അപ്പോൾ ഇറങ്ങട്ടെ. ഇത് കൊള്ളാം, ഏട്രിയം മോഡലാണല്ലേ. ദിസ് ഇസ് മൈ റൂം. നല്ല അടിപൊളി റൂമാണ്, ഒരു കുഴപ്പമില്ല. പുറത്തെ കാഴ്ചയും കൂടെ കാണിച്ചു തരാം. നല്ല സൂപ്പർ വ്യൂ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു എന്താ പറയുക, കനാലാണ് ഇങ്ങനെ ഒഴുകുന്നു. മഴയെല്ലാം കഴിഞ്ഞു, നല്ല ക്ലിയർ വാട്ടർ. അത് മെയിൻ റോഡാണ്. ഇത് കിംസിൻ്റെ മെയിൻ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. ഈ സൈഡ് നമ്മളിപ്പോഴത്തെ സൈഡിലാണേ. സന്ധ്യ അതാണോ മെയിൻ എൻട്രൻസ് കിംസിൻ്റെ? ഓക്കെ, അത് ഇപ്പോഴത്തെ ഇത്. ഓക്കെ. എൻ്റെ യൂണിഫോമും വന്നിട്ടുണ്ട്. ഇതാണ് ഇടേണ്ട ഡ്രസ്സല്ലേ, അല്ലേ സന്ധ്യ? ഇതല്ലേ ഇതാണ് വേഷം. അപ്പോൾ ഇനി അധികം ഡ്രസ്സൊന്നും വേണ്ട. പക്ഷെ നല്ല രസമുള്ള വ്യൂവും നല്ല റൂമുമാണ്. എനിക്കിഷ്ടമായി. നല്ല പോസിറ്റീവ് ഫീൽ. ഇപ്പോൾ സന്ധ്യയാണ് ഫുൾ ടൈം ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ആൾ എന്നോടൊപ്പം. സന്ധ്യ ചിരിച്ച് സന്ധ്യ നമ്മളിവിടെ റിസോർട്ടിൽ വന്ന പോലെ നിൽക്കുകയാണ്. എൻ്റെ അമ്മ നാളെ കഴിയുമ്പോൾ അറിയാം. എൻ്റെ റിസോർട്ട് ഫീല്. ഇന്നിവിടെ നല്ല ഭക്ഷണമൊക്കെ കിട്ടും. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഫിഷ് കറി മീൽസ്, നെത്തോലി ഫ്രൈ, അയല ഫ്രൈ, പിന്നെ അല്ലാണ്ട് ഫിഷ് കറി, പായസം ഉൾപ്പെടെയുള്ള ലഞ്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആഘോഷം. അപ്പോൾ സന്ധ്യ ചോദിക്കുക എന്ത് ചേച്ചി റിസോർട്ടിലാണോ നമ്മൾ? നാളെ ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇന്ന് രാത്രി പറ്റില്ല എന്നുള്ളൂ, ഫാസ്റ്റിങ് അല്ലേ. നാളെ ടൈം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ബിക്കോസ് നാളെ സർജറി രാവിലെ ആണെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇവിടെ റിലാക്സിങ്. ഇനി ടെസ്റ്റ് വൈറ്റൽസ് ഒക്കെ എടുത്ത് തുടങ്ങി, അതെടുത്തു. ഇനി എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. ഡോക്ടർ എപ്പോഴേലും വന്നോളാമെന്ന് പറഞ്ഞു. ഡോക്ടർ സർജറിയിലാണ് ഇന്ന് ഹോൾ ഡേ, ഒരു ഉച്ച വരെ. എനിക്കോട് 3 മണി വരെയൊക്കെ സർജറിയാണ്. ഡോക്ടർ എപ്പോഴെങ്കിലും വന്ന് കാണും. അത് കഴിഞ്ഞിട്ട് നാളെ ടൈം അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ മറ്റേ അമ്പലമില്ലേ, അത് കാണാം. വെൺപാലവട്ടം ഒരു ടെമ്പിളുണ്ട്, അതിൻ്റെ ഗോപുരം കാണാൻ. അവിടെ റെഡ് കളറിലെ ഒരു അല്ലേ, റെഡ് ആൻഡ് യെല്ലോ, അതാണ് ഒരു ടെമ്പിളിൻ്റെ ഗോപുരം.
ഇത് മെയിൻ റോഡാണ് ആ സൈഡിൽ. ഇതെല്ലാം കുറേ അതൊക്കെ വേറെ അപ്പാർട്ട്മെൻറ്റ്സ് അല്ലേ ഓപ്പോസിറ്റ്. ഇത് ഈ വെള്ളം വാട്ടർ നല്ല രസമുണ്ട് അല്ലേ, ഈ ഒരു കനാൽ പോലെ. വേറെ ഇവിടെ നല്ല തിരക്ക് പിടിച്ച ഹോസ്പിറ്റലാണ്. ലഞ്ച് എത്തി. ടേബിളിൽ ഓക്കെ. ഇവിടെ നമുക്ക് അതിൽ വെക്കാനുള്ള അത് വെച്ചോളൂ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിൽ വെക്കാം, നമുക്ക് ഇവിടെ വെക്കാം. ഇത് ശ്രീ തോമസ്, അദ്ദേഹമാണ് ഇവിടുത്തെ ഫുഡ് ആൻഡ് ബിവറേജസിൻ്റെ മാനേജർ അല്ലേ? ആ പറഞ്ഞോളൂ. അങ്ങനെ സ്പെഷ്യൽ സർവീസ്. അതെ. അയ്യോ നല്ല നെത്തോലി ഫ്രൈ. ഓക്കെ. ഇതിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ട്യൂണ ഫിഷ് കറിയാണ്. ഓ ചൂരയാണ് അല്ലേ? ട്യൂണയുടെ ഫിഷ് കറിയാണ്. നല്ല ഫ്രഷ് അയല ഫ്രൈ. അടിപൊളി. കപ്പയുണ്ട്, സാമ്പാറുണ്ട്, തോരനുണ്ട്. ഇതൊരു കൂട്ടുകറി, തോരൻ, പുളിശ്ശേരി. ഇത് നമ്മളെ ഡേറ്റ്സിന്റെ അച്ചാറാണ്. അടിപൊളി. ഇത് നല്ല ഒരു സൂപ്പർ ആയിരിക്കും. ഇതെല്ലാം കൂടെ സ്പെഷ്യൽ വൈറ്റ് റൈസ് ആണ് അല്ലേ? ചമ്പാണ്. ഓക്കെ ഓക്കെ. എല്ലാം നല്ല ഹോട്ടാണ്. പായസം പുറകെ വരുന്നുണ്ട്. സേമിയ പായസം പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ചെയ്തു. നെത്തോലി അടിപൊളി. ഇത് ചൂര കറി, ചോറ്, ചമ്പാവരി, അച്ചിങ്ങപ്പയർ തോരൻ, കടലയിട്ട കൂട്ടുകറി, കപ്പ, ഡേറ്റ്സ് പിക്കിൾ, സാമ്പാർ, അത് മാത്രം തുറന്നില്ല, പുളിശ്ശേരി ആൻഡ് അയല ഫ്രൈ. മതിയല്ലോ. അതെ, പാൽപ്പായസിലെ പായസവും കിട്ടിയിട്ടുണ്ട്. അടിപൊളി. നമ്മളിവിടെ ചികിത്സയ്ക്കാണോ വന്ന് സന്തോഷിക്കുന്നത്? എന്തായാലും അത് നമ്മളെല്ലാ നിമിഷവും ഹാപ്പി ആയിരിക്കാൻ നോക്കുക, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഭക്ഷണം കഴിക്കാം. അപ്പം നമ്മൾ കഴിക്കാൻ പോകും. സന്ധ്യ തുടങ്ങുന്നത് എങ്ങനെയാണ്? സാമ്പാറാ? ഇതുകൂടി ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം, ട്രേ മാറ്റാം. ഓക്കെ. ഓൾ തിങ്സ് നമ്മളിവിടെ അവിടെ ഫുഡ് കഴിച്ച കിംസുകാർ അയ്യോ എന്ത് വിചാരിക്കും, ഒരുപാട് ചോറ് ഇത്രയും ചോറൊന്നും കഴിക്കില്ല. അത് സത്യം പറഞ്ഞ ഒരു നാഷണൽ വേസ്റ്റാണ്. റൈസൊക്കെ ഇതിൻ്റെ ഒരു പ്ലേറ്റ് എക്സ്ട്രാ തരുമോ? ചോദിച്ചു കൊണ്ട് വിളിച്ചിട്ട് ഫ്രൈ. ഡേറ്റ്സ് അച്ചാർ വയ്ക്കണം നോക്കിയാൽ ലഞ്ചുകാരെ റൂം നമ്പർ 3636 എന്നാണ്. ഒരു എക്സ്ട്രാ പ്ലേറ്റ് കിട്ടാം. നമുക്ക് 2 പേർക്കും കൂടെ ഒരു പ്ലേറ്റിൽ ചോറ്. എന്തോ ഇച്ചിരി ഉപ്പും കൂടെ ചോദിക്കാതെ. എനിക്കെല്ലാത്തിനും ഉപ്പ് കൂടുതലാണ്. ചിലപ്പം തരും. ഇച്ചിരി ഉപ്പും കൂടെ ചോദിച്ചാലോ? ഞാനൊരു ആഡഡ് സോൾട്ടിൻ്റെ ആളായതുകൊണ്ട് എൻ്റെ വൈറ്റൽസ് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. എല്ലാം നോക്കിയപ്പോൾ പ്രഷറുണ്ട്, കൺട്രോൾ ഇല്ല, എല്ലാം കറക്റ്റായിരുന്നു പറഞ്ഞു. വെയിറ്റ്, ഹൈറ്റ് എല്ലാം നോക്കിയിട്ടുണ്ട്. വെയിറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്, 81.9. അപ്പോൾ എൻ്റെ ടാർഗറ്റ് 82 ആയിരുന്നു, അതിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇനി വണ്ണം വെച്ചാലേ ഉള്ളൂ. ഹോസ്പിറ്റൽ യൂണിഫോം ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഒരു പുതിയ ടേൺ ഓഫ് ഇവൻറ്റ്സ്. ഇന്ന് തന്നെ രാത്രി 9 മണിക്ക് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു പോയി. എങ്കിൽ 6 hours എങ്കിലും വേണം അതിന് മുന്നേ. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ് 9 മണിക്ക്. അത് സർപ്രൈസ് ഷോക്ക്. ഇനി കയ്യിൽ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യും, കാലിലെ നെയിൽ പോളിഷെല്ലാം മാറ്റും. തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ കലാപരിപാടികളുണ്ട്. എനിക്ക് മുഖത്തെ ഇതൊക്കെ വാഷ് ചെയ്യുമോ? നമ്മൾ തന്നെ ചെയ്യും, കൺവിഷ് ചെയ്യുമല്ല. ഓക്കെ. മുടിയെല്ലാം പൊക്കി കെട്ടി സെറ്റായിട്ട് ഇപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതെന്തായിരുന്നു? ഇനി മറ്റൊക്കെ ആണില്ല. ബ്ലഡ് ടെസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ ബ്ലഡ് കൊണ്ടുപോയി. അയ്യോ സന്ധ്യേ, എൻ്റെ രക്തമൊക്കെ ഇന്ന് പെട്ടെന്ന് ഉഷാറായിട്ട് ഇന്ന് മുഴുവൻ ഭക്ഷണം കഴിച്ച് കുറച്ചുകൂടെ ജോളിയാകാമെന്ന് വിചാരിച്ചപ്പോൾ അയ്യോ രാത്രി 9 മണിക്ക് ഇന്ന് തന്നെ ചെയ്യാതെ പറഞ്ഞു. അതിപ്പോൾ നമുക്ക് വിളിച്ച് പറയണ്ടേ അനുവിനെയൊക്കെ. അതൊരു സർപ്രൈസ് ഷോക്കായിപ്പോയി. ഓക്കെ. അപ്പോൾ ഇനി ടെസ്റ്റുകൾ പലതും നടക്കുന്നു. അതിലൊന്നിപ്പോൾ എക്സ്റേ എടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ വീൽ ചെയറിൽ അവർ തന്നെ കൊണ്ടുപോകും. നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റും പോകുന്നതിന് വീൽ ചെയറിൽ കൊണ്ടുപോകും.
അപ്പോൾ നടക്കണ്ട, സുഖമായിട്ട് വീൽ ചെയറിൽ പോയിട്ട് വരും. ഇനി ഇത് കഴിഞ്ഞിട്ട് സർജറി കഴിയുമ്പോൾ കിടക്കും, അതുവരെ ഇരിക്കും, അത്ര ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എക്സ്റേ എടുത്ത് കഴിഞ്ഞു, ഇനി അടുത്ത് എക്കോ. എനിക്കൊരു എക്കോയും പറഞ്ഞിട്ടുണ്ട്, പാർട്ട് പ്രശ്നം. പണ്ട് എക്കോ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എക്കോ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ECG ഉണ്ട്, ഇത്രയല്ലേ ഉള്ളൂ. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. എല്ലാം സന്ധ്യയും ഞാനും കൂടെ ഇവിടെ നടക്കുന്നത്. ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അനുകുട്ടിയെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, ഇന്ന് രാത്രി തന്നെ സർജറി നടക്കുന്നത്. അങ്ങനെ എല്ലാവരും പ്രാണത്തിലങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ പെട്ടെന്നായല്ലോ എന്നുള്ള മട്ടിൽ. കുഴപ്പമില്ല, നമ്മൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ഈ സർജറി കഴിഞ്ഞിട്ട് നീ എങ്ങനെ കൂളാണോ എന്നോ എനിക്ക് വേദന എടുക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു സർജറി ഇല്ലേ അല്ലേ, വേദന ഉണ്ടാവും. ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സ്നാക്സ് കൊണ്ടുവരും. പഴംപൊരി എന്തൊക്കെയുള്ളത്? കട്ട്ലറ്റ്, വട, കട്ട്ലറ്റ്, ഇത് ചിക്കൻ ഗാർലിക് റോള് പോലെയുണ്ട്, പഴംപൊരി. താഴോട്ടിരിക്കുന്ന സംഭവങ്ങളെന്താ? കോഫി. എന്ത് വേണം വീട്ടിൽ? അമ്മയ്ക്ക് ഏത്തക്കപ്പം ഇതല്ലേ പഴംപൊരി. ഓക്കെ, എനിക്ക് വേണ്ട. എല്ലാം എടുത്തോളൂ, ഉള്ളതെല്ലാം എടുത്തോളൂ. പഴംപൊരി ഉള്ളതെല്ലാം സ്റ്റേക്കേഷന് വന്നതുപോലെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് എടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് രാത്രി 9 മണിയുടെ സർജറി മാറ്റി രാവിലെ 7 മണിക്കാക്കി. ടൈം ഒന്നുകൂടെ മാറ്റി രാവിലെ സർജറി. അപ്പോൾ ഒരു കുറച്ച് നേരം കൂടി ഭക്ഷണം കഴിക്കാൻ കിട്ടി. ഇതെന്ത് കിട്ടും? ചിക്കൻ സോസ് ഉണ്ടോ? കൂടുതൽ ബൈസ്റ്റാൻഡറായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഫീസ്റ്റായി കൊള്ളാല്ലേ? അന്ന് റൂമിന്റെ ഫ്രണ്ടിൽ വരിക എന്ന് പറഞ്ഞ അത്ഭുതം അല്ലേ? സ്റ്റേക്കേഷൻ അറ്റ് കിംസ്. എനിക്ക് വയ്യ. എനിക്ക് വയ്യ. ബഹളം അട്ടഹാസമൊക്കെ കഴിഞ്ഞു, ചിരികളി എല്ലാം കഴിഞ്ഞു. ഇനി സീരിയസ് കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അനുകുട്ടി മോള് എല്ലാവരും തിരിച്ചു പോയി. ഇപ്പോൾ ഞാൻ സന്ധ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നാളെ 7 o'clock ഏർലി മോർണിംഗ് 7 മണിക്കാണ്. അപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കണം. ബാക്കി പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ 6 മണിക്ക് തന്നെ റെഡിയാക്കി കൊണ്ടുവന്ന് പറഞ്ഞു തിയേറ്ററിൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ ഇപ്പോൾ രാത്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആൻറ്റിബയോട്ടിക്കാണ്. അത് സർജറിക്ക് മുന്നേ ഉള്ള നമ്മുടെ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. എന്തായാലും ഇതൊരു പുതിയ ആൻറ്റിബയോട്ടിക്കാണ്. ഇപ്പോൾ ട്രിപ്പായിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ കിടന്നുറങ്ങും. എന്നിട്ട് നാളെ രാവിലെ കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ളൊരു സംഭവം തന്നിട്ടുണ്ട്. നമ്മൾ ദേഹത്ത് തേച്ച് കുളിക്കാനായിട്ട് ആൻറ്റിസെപ്റ്റിക് ലോഷൻ, അങ്ങനെ ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് തലമുടിയൊക്കെ 2 സൈഡിലും പിന്നിയിട്ടിട്ട് അവർ തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടൊരു ക്യാപ്പൊക്കെ വെച്ചിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ ഡ്രസ്സായിരിക്കില്ല, വേറെ ഡ്രസ്സാക്കി ഇടിച്ചിട്ട് കൊണ്ടുപോകും. എന്തായാലും ഇത് സ്പൈൻ സർജറിയാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് കിടത്തിയിട്ടാണ് സർജറി ചെയ്യുന്നത്. അതൊന്നും ഞാൻ അറിയാൻ പോയില്ല. അതായത് ജനറൽ അനസ്തേഷ്യ ആയിരിക്കും അങ്ങനെ. പക്ഷെ രാവിലെയും പോകുന്നതിന് മുന്നേ ഇതുപോലെ ഒരു ഡോസ് ഓഫ് ആൻറ്റിബയോട്ടിക് തരും. അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ ഇല്ല, ആഹാരമൊന്നും ഇനി കഴിക്കാൻ പാടില്ല, വെള്ളം പോലും കുടിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ രാത്രി ഇനി ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, അതായത് സർജറിക്ക് പോകുന്നു.
ആ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാനിതൊരു ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സർജറി എല്ലാം കഴിഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അവസ്ഥ എന്താ അപ്പോൾ നമുക്ക് കാണാം. പക്ഷേ അപ്പോൾ കുറച്ച് പേരിലേക്ക് ഉണ്ടാവും, കുറച്ചുകൂടെ ടയർഡായിരിക്കും. നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ രാവിലെയായി, സമയം 6:30 ആകാൻ പോകുന്നു. എന്നെ തിയേറ്ററിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമായി വരുന്നു. 7 മണിക്കാണ് സർജറി. അപ്പോൾ ഇതാണ് സർജറിക്ക് വേണ്ട ഡ്രസ്സിങ് ആയി കഴിഞ്ഞു. മുടിയൊക്കെ ഇങ്ങനെ രണ്ടായിട്ട് പിന്നെ ഇടുന്നത്. ഇനി അത് ഇവരെന്നെ കെട്ടി ടൈ ചെയ്തിട്ട് ഒരു ക്യാപ്പും കൂടി ഇടും എന്നാണ് പറഞ്ഞത്. ഇതാണ് കണ്ടീഷൻ. ഇനിയിപ്പോൾ നേരെ പോകും ഫോർ സർജറി. ഓക്കെ, അതുകൂടി ചെയ്തിട്ട് സർജറി കഴിഞ്ഞു. എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു. കുറേ നേരം അവിടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ റൂമിലെത്തി. ഇപ്പോൾ ഓക്കെയാണ്. ഉണ്ട്, പക്ഷേ പെയിൻ കില്ലേഴ്സ് തരുന്നുണ്ട്. പെയിൻ കില്ലർ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, ബെയറബിളാണ് കാര്യങ്ങൾ. അത്രയും കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ഇന്ന് കഴിഞ്ഞിട്ട് നാളെ അവർ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞു. ഇന്നൊരു ദിവസം മാത്രം, പിന്നെ നാളെ വീട്ടിൽ എന്നിട്ട് പിന്നെ ഉള്ള ദിവസങ്ങൾ ഒരു 1 വീക്ക് കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആവും. പിന്നെ വേണമെങ്കിൽ ഒരാഴ്ച റെസ്റ്റ് നടത്തിച്ചോ? നടത്തിച്ചു. അത് അവിടുത്തെ വെച്ച് തന്നെ പിന്നെ നടത്തിച്ചു. ബാത്റൂമിൽ പോയി, അതായത് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലാണോ നടത്തിച്ചത്? പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ല, അതന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ഒരു സെഡേഷൻ മാറിയിട്ട് അതായത് അത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നടന്നു. അവരെ 2 കൈയിലും പിടിച്ചിട്ടുണ്ടായിരുന്നു. നടന്നു പോയി, കുറച്ച് ദൂരെ വരെ നടന്ന് അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടാണ് അത് ഓക്കെ ആയിട്ട് ഡോക്ടർ കൺഫർമേഷൻ. അത് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് മാറ്റുന്നത്. എല്ലാം ഓക്കെ, ഓൾ വൈറ്റൽസ് ഓക്കെ. മോളെത്തി, അമ്മാമ്മയെ കാണാൻ ബൈസ്റ്റാൻഡർ മോളെത്തി. ചിക്കി ചിക്കി അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണു. ഡിസ്ചാർജ്, റെസ്റ്റല്ല, ശബ്ദം പോയി, അത്രേ ഉള്ളൂ. ചെറിയ ത്രോട്ട് ആൻഡ് ചുമ, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരേ ഒരു ബുദ്ധിമുട്ട്, ഓപ്പറേഷൻ്റെ വേദനയെല്ലാം ഒരു 75-80% കുറഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി ഫിസിയോതെറാപ്പി സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്താൽ മതി. ഒരു 3 വീക്സ് സൂക്ഷിക്കണം. ലോങ് ട്രിപ്പ് ഒന്നും പറ്റില്ല. അങ്ങനത്തെ ചില റെസ്ട്രിക്ഷൻസ്. എവിടെ സന്ധ്യ ഇവിടെ റെഡി. ഞങ്ങളല്ലേ ടീം ഓപ്പറേഷൻ ടീമാണ്. പിന്നെ ഭൂചേട്ടനുണ്ട്. തിരിച്ച് നമ്മൾ പോന്നു. നമ്മളെ കൊണ്ടുപോകാനിരിക്കുന്നു. ഇവിടെ ഒരു അടിപൊളി മഴയുണ്ടായിരുന്നു, സൂപ്പർ മഴയായിരുന്നു രാവിലെ. അപ്പോൾ ആ ഒരു മഴ കഴിഞ്ഞു. നല്ല ഭംഗിയാണ്. മഴ കഴിഞ്ഞ് ഹോസ്പിറ്റൽ പരിസരം, അതെ ആ കനാലിലൊക്കെ ഒന്ന് ക്ലിയർ ആണോ എന്ന് അറിയില്ല. വെള്ളമൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ടോ? ഇതിനി അടുത്തൊരു വലിയ മഴ വരുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ്സ് പോകുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോണേ, ഈ ആകാശത്തോടെ. എന്തായാലും കൊള്ളാം, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. അപ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു കിംസ്. കാരണം നല്ല സർവീസ്, നല്ല ബിഹേവിയർ, സിസ്റ്റേഴ്സിൻ്റെ എല്ലാം ഓരോ ഫ്ലോറിലും എല്ലാത്തിനും ആൾക്കാരുണ്ട്. എവറിത്തിങ് ഈസ് വെൽ പ്രൊവൈഡഡ് ഫോർ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്, ഭയങ്കര കെയറിങ് ആണ്. ആ ഒരു കെയറും സപ്പോർട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആവശ്യപ്പെടുന്നത് അതാണല്ലോ. നമുക്ക് എന്തെങ്കിലും ഇപ്പം എനിക്കിപ്പോൾ ചുമ എന്ന് പറഞ്ഞാൽ ഉടനെ ആ ഡിപ്പാർട്ട്മെൻറ്റ് പൾമണറി അല്ല, അവിടുന്ന് ഡോക്ടർ വന്നു ഇവിടെ വന്ന് പരിശോധിക്കും. അപ്പോൾ നമ്മൾ അഡ്മിറ്റഡ് ആണെങ്കിൽ എല്ലാം നമ്മുടെ റൂമിൽ തന്നെ എല്ലാം സാധനം ഇവർ തന്നെ എല്ലാം കൊണ്ടുപോകും. വീൽ ചെയറിൽ എല്ലായിടത്തും. ഇപ്പോൾ എക്സ്റേ ആണെങ്കിലും എല്ലാം ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് എക്കോ എടുക്കാൻ പോയി. അപ്പോൾ കാർഡിയോളജി സെക്ഷനിലുള്ള കാര്യങ്ങൾ, പിന്നെ എക്സ്റേ, ECG എല്ലാം എടുത്തെല്ലാം എഷർ ചെയ്തിട്ടാണ് നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത്. പിന്നെ ഡോക്ടർ രാവിലെയും പിന്നെ വൈകുന്നേരം ഡിപ്പാർട്ട്മെൻറ്റ് അവർ വരും. പിന്നെ സിസ്റ്റേഴ്സ് സ്റ്റേഷനിൽ എപ്പോഴും ആളുണ്ട്, എല്ലാം ആണ്. പിന്നെ ഫുഡ് കറക്റ്റ് ടൈമിൽ ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവരും. അങ്ങനെ എല്ലാം കൊണ്ട് വെൽ പ്രൊവൈഡ്, നീറ്റ് ആൻഡ് ക്ലീൻ. അത് എടുത്തു പറയണം. എല്ലാം വളരെ പെർഫെക്റ്റ്ലി ക്ലീൻ ചെയ്യുന്നുണ്ട്. ബാത്റൂം ആണെങ്കിലും റൂംസിലാണെങ്കിലും ഇത് എപ്പോഴും അതവർ മെയിൻറ്റെയിൻ ചെയ്യും ഓൾവേസ്. അതൊരു 5 സ്റ്റാർ ഫെസിലിറ്റി ഒക്കെ കിട്ടിയ പോലെയാണ് ഒരു റിസോർട്ടിൽ വന്ന് താമസിച്ച് പോകണ പോലെ തന്നെയാണ് എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്നൊരു ഫീലൊന്നും എനിക്കില്ല. നമ്മളൊരു സ്പൈൻ സർജറി കഴിഞ്ഞാണ് പോകുന്നത്. പക്ഷേ ഇന്നലെ ചെയ്തു, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പോൾ വീട്ടിൽ പോകണു. ഞാൻ ആഫ്റ്റർ കെയർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സോ നൈസ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. ഓക്കെ, ഞങ്ങളുടെ ഡിസ്ചാർജ് സമ്മറിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണം. കഴിഞ്ഞിട്ട് വി ഗോയിങ് ബാക്ക്. ഇതാണ് നമ്മുടെ വിശേഷം, ഹോസ്പിറ്റൽ വിശേഷം.
അങ്ങനെ ഫൈനലി വീടെത്തി ഹോസ്പിറ്റലിൽ നിന്നും. ഹോം സ്വീറ്റ് ഹോം. പോയ സമയം തൊട്ടത് ഈ സമയം വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ ഒരു അനീതി. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കിട്ടുന്ന വളരെ അപൂർവമാണ്. എന്തായാലും വളരെ സന്തോഷം സന്ധ്യ. താങ്ക് യു സോ മച്ച്. അനീതിയായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഇനി വരുമല്ലോ, കാണുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി എനിക്ക് റെസ്റ്റാണ്. ഒരു വലിയ റെസ്റ്റല്ല, 3 weeks വെയിറ്റ് എടുക്കരുത്, ബെൻഡ് ചെയ്യരുത്, ട്വിസ്റ്റ് ചെയ്യരുത്, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എക്സെപ്റ്റ് ഫോർ ദാറ്റ് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്യാവശ്യം നിന്ന് കുക്ക് ചെയ്യാം, ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ കുക്കിംഗ് ഒക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ വേറെ വലിയ സ്ട്രെയിൻ ഇല്ല. അത് ലോങ് ട്രിപ്സ് ഒന്നും വേണ്ട പറഞ്ഞു. കണ്ടിന്യൂസ് യാത്രകൾ ഒരു 3 weeksലേക്ക് 1 മാസം കഴിഞ്ഞ് യാത്രകളൊക്കെ തുടങ്ങാം, അങ്ങനത്തെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ദുബായി പോയി അടിച്ചു പൊളിച്ചു, തിരിച്ചു വന്നു, ഹോസ്പിറ്റലിൽ പോയി സർജറി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, മെയിനായിട്ട് നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണുന്നതാണ്. ഒരു ഇപ്പോൾ ഞങ്ങളൊരു സ്റ്റേക്കേഷൻ കഴിഞ്ഞ് വന്ന പോലെയാണ് വരുന്നത്. ചെറിയ വേദനയൊക്കെ ഇല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സർജറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വേദന ഉണ്ടാവുമല്ലോ, ആ ഒരു മുറിവിൻ്റെ വേദന കാലിൻ്റെ. പിന്നെ ഫിസിയോതെറാപ്പി എക്സസൈസ് പറഞ്ഞോ വീട്ടിൽ ചെയ്യാനുള്ളതാണ്, രാവിലെയും വൈകുന്നേരം. മസിൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ കാലിൻ്റെ ആ ഒരു നംബ്നെസ്സും പെരുപ്പ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു 1-2 മാസം കൊണ്ടേ ചിലപ്പോൾ കുറയുള്ളൂ എന്ന് പറയാം. അത് ചെയ്യാം. പക്ഷെ പെയിൻ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ സർജറി പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാനും ഒരു 3-3.5 മാസം സെക്കൻഡ് ഓപ്ഷനായിട്ടാണ് സർജറി. പക്ഷേ അൾട്ടിമേറ്റ്ലി വേണമെന്ന് തോന്നിയാൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ, നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടൊക്കെ നടക്കാം, കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ നടത്തണം, അത്രേ ഉള്ളൂ. സൗണ്ട് പോയി, അത് വേറെ കാര്യം, ആൻറ്റിബയോട്ടിക് കഴിച്ചാലേ പറ്റുള്ളൂ. ചുമയൊക്കെ. എന്തായാലും വളരെ സന്തോഷം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കും. കാര്യം ഏത് കാര്യവും നമുക്കൊരു വിഷയം വന്നാൽ അത് വളരെ നെഗറ്റീവ് ആകാണ്ട് പോസിറ്റീവായിട്ട് വിചാരിക്കാം, അതിന് റെമഡീസ് കണ്ടുപിടിക്കാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും ഇപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് തോന്നും വലിയ എക്സ്പെൻസീവായിട്ടൊക്കെയാണ്, നമ്മൾ നല്ല ഹോസ്പിറ്റലാണ്, പൈസ ആകും, ദാറ്റ് ഈസ് വെരി ട്രൂ. പക്ഷേ ആ പൈസയൊക്കെ കൊടുക്കാനായിട്ട് ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നൊന്നും ആവില്ല. സുഖമായിട്ട് നമുക്ക് ഒരു പ്രീമിയം കൊടുത്ത് നമ്മൾ എടുത്തു വയ്ക്കുന്നത് എപ്പോഴും സേഫാണ്, സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അതുകൊണ്ട് ഇൻഷുറൻസ് കവറേജ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാം ഇൻഷുറൻസ് കവർ ചെയ്തതുകൊണ്ടാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.